തീർത്തും സൗജന്യമായി കിട്ടിയ കൊടികൾക്ക് 3 ലക്ഷത്തിലധികം രൂപയുടെ ബിൽ. പിന്നെ മറ്റത് 8,000 പീസ് അടിക്കണം ഡൈക്കട്ട്. അതിൽ പാതി നമുക്കും പാതി ഇറക്കും. 8 രൂപ ഇറക്കും, 8 രൂപ നമുക്കും. 8,000 പീസ് മറ്റേ ഡൈക്കട്ട് അടി, ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ. 8,000 പീസ് അതായത് 10-12 ലക്ഷം രൂപ. 8 രൂപ നമുക്ക്, 8 രൂപ ഇറക്കും. ആ രീതിയിൽ ബില്ലിയാണേ. എന്ന് വെച്ചാൽ കേന്ദ്രം വളരെ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഘടകം വളരെ സൗജന്യമായി കൊടുത്ത കൊടികളെ 3 ലക്ഷം രൂപ മുടക്കി കടയിലൂടെ കൈക്കലാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ നമുക്ക് തോന്നാം ഇത് CPM-ന്റെ കാര്യമായിരിക്കും ഇത് പറയുന്നത് അല്ലേ. പ്രധാനമായിട്ടും അങ്ങനെ തോന്നുള്ളൂ. എന്നാലല്ല, BJP-യുടെ കാര്യമാണ്. BJP-യുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സംസ്ഥാന നേതാവാണ് എങ്ങനെ പാർട്ടിയുടെ പണം വെട്ടിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡി ആയിക്കോളേ, അത് അടിക്കണമെങ്കിൽ അപ്പോഴേ ഞാൻ പറയും. ഇതിന്റെ ബില്ല് 3 ഇൻവോയ്സ് അന്ന് കൊടുത്താലും ഓർമ്മയുണ്ടോ? അതിൽ ഏറ്റവും കുറഞ്ഞ ഇൻവോയ്സും കൂടെ വെച്ച് റെഡിയാക്കി വയ്ക്കും. അല്ലെങ്കിൽ തന്നെ CPM-യുടെ കേന്ദ്ര ഘടകം പണം കൊടുക്കാൻ അല്ലേ, അല്ലെങ്കിൽ കൊടി കൊടുക്കാൻ, കൊടി പോലും കൊടുക്കാനുള്ള കേന്ദ്ര ഘടകം CPM-നില്ല. ഇത് BJP-യുടെ കാര്യമാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP-യിൽ നടന്ന അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ. കമ്മീഷൻ മാത്രമല്ല, ചെയ്യാത്ത പ്രവൃത്തിയുടെ പേരിലും പണം അടിച്ചു മാറ്റിയെന്ന് ഈ ശബ്ദരേഖയും ബില്ലും വ്യക്തമാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആരായാലും ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. കാലങ്ങളായി BJP-യുടെ ഇടതും വലതും നിലകൊള്ളുന്ന പാർട്ടികളിൽ പ്രവർത്തിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനു മേൽ സ്വന്തം ജനസേവനാസക്തി അടക്കിക്കൊണ്ടിരിക്കുന്ന തസ്കര വേന്ദ്രന്മാരുടെ മുന്നിൽ ഇത്തരം ദുർബലമായിട്ടുള്ള ഇസ്കലാസക്തിയും കൊണ്ട് BJP-ക്കൊപ്പം കൂടിയിരിക്കുന്ന ജനസേവനാസക്തർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഇതൊരു മികച്ച അടിച്ചുമാറ്റൽ ആശയമാണോ? കേരളത്തിലെ BJP-ക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയരുന്ന ഈ ആരോപണം കേട്ടാൽ കോവിഡാനന്തര കേരളത്തിൽ ജനിച്ച് നിലവിൽ നഴ്സറിവാസിയായി കഴിയുന്ന ഒരു കൊച്ചു കുട്ടിയുടെ തട്ടിപ്പ് ശേഷിക്ക് പോലും ഇതിലും മികവുണ്ടാവുമല്ലോ എന്ന് പറയുന്ന തോന്നലാണ് ഉണ്ടാവുന്നത് അല്ലേ. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കേന്ദ്ര നേതൃത്വം വളരെ സൗജന്യമായി നൽകിയ പാർട്ടി കൊടികൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മാത്രം 3 ലക്ഷത്തിലധികം രൂപയ്ക്ക് വാങ്ങിയതായി ബില്ല് കാണിച്ചു എന്നാണ് ആരോപണം. വട്ടിയൂർക്കാവിലെ പാർട്ടി മണ്ഡലം കമ്മിറ്റിക്ക് 3,4 ലക്ഷം രൂപയ്ക്ക് 10,000 കോടി 5,000 വെച്ച് 10,000 കോടി ഏജൻസിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലും രസകരമായിട്ടുള്ള ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിൽ ഒരു പലചരക്ക് കടയുടെ പേരിലുള്ളതാണ്. അങ്ങനെയാണ് വാർത്ത പറയുന്നത്. ഞാൻ കണ്ടതല്ല, വാർത്ത പറഞ്ഞറിയുന്നതാണ്. വാമനപുരത്തെ പലചരക്ക് കടയുടെ പേരിലാണ് ബില്ല്. അതായത് ഈ അരി, ഉഴുന്ന്, ഉള്ളി, ഉപ്പ്, പരിപ്പ്, പപ്പടം, പയർ, മുളക്, മല്ലി, ജീരകം, കടുക് മുതലായവ മാത്രമല്ല ഇനി നമ്മുടെ നാട്ടിലെ പലചരക്ക് കടകളിലൂടെ താമരക്കൊടിയും കിട്ടുമെന്ന് വേണം മനസ്സിലാക്കാൻ. മനസ്സിലായോ? തൽക്കാലം താമരക്കൊടിയെ കിട്ടുന്നുള്ളൂ. എങ്കിലും ആ അവസ്ഥയ്ക്കും ഇങ്ങനെ പോയാൽ മാറ്റം വരും. അതായത് അതൊരു പുതിയ ബിസിനസ് മോഡൽ കൂടിയാണെന്ന് വേണമെങ്കിൽ കാണാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തും. ഈ പാർട്ടി കൊടികൾ ഡിസ്കൗണ്ട് വിലയിൽ കിട്ടുന്ന മാർജിൻ ഫ്രീ ഫ്ലാഗ് ഷോപ്പുകൾ. മലയാളികൾ രാഷ്ട്രീയ ജീവികളായതിനാൽ കച്ചവടം പൊടിപിടിക്കില്ല. ഈ നേതൃഗുണം കൂടിയവരാണ് കേരളീയരെന്നതിനാൽ ഇനിയും ധാരാളം പാർട്ടികൾ ഉണ്ടാവും. അതിൽ സംശയിക്കേണ്ടതില്ല. ഉള്ള പാർട്ടികൾ ഇനിയും പലതായി പിളരും. എനിക്ക് തോന്നുന്നത് 2030 ആവുമ്പോഴേക്ക് കേരള കോൺഗ്രസുകൾ പിളർന്ന് ഇംഗ്ലീഷ് അക്ഷരമാല തികയാതെ, അതായത് ബ്രാക്കറ്റിൽ ഇടാനുള്ള അക്ഷരത്തിനായി മലയാള ലിപികളെ തന്നെ തേടുമെന്നാണ് പോങ്ങൻ വിചാരിക്കുന്നത്. വരും കാലങ്ങളിൽ ഏതെങ്കിലും ഒരു കറിയാച്ചന്റെയോ തൊമ്മിക്കുഞ്ഞിന്റെയോ ഒക്കെ നേതൃപാടവം പൊതുസമൂഹത്തെ നോക്കി അങ്ങനെ അങ്ങോട്ട് പത്തി വിരിക്കാൻ തുടങ്ങിയാൽ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ഒക്കെ ആവും ഉണ്ടാവുക അല്ലേ. അങ്ങനെ ധാരാളം കേരള കോൺഗ്രസുകൾ. അതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ ആ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമൊക്കെയായി പ്രവർത്തിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഉള്ളതുപോലെ ഭാവിയിൽ ഹിന്ദു ലീഗും ക്രിസ്ത്യൻ ലീഗും ഒക്കെ ഉണ്ടാവും. ക്ഷേമവും ഐശ്വര്യവും അഭിവൃദ്ധിയുമൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രം പോരല്ലോ എന്ന ചിന്തയും ആ ചിന്തയിൽ നിന്നുയരുന്ന അത്തരമൊരു ചോദ്യവും ന്യായവുമാവുമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ഹിന്ദു ലീഗിനെയും ക്രിസ്ത്യൻ ലീഗിനെയും ഒന്നും പഴിക്കാനും പറ്റില്ല. ഇനി കാലം കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഈഴവ ലീഗ്, നായർ ലീഗ്, നാടാർ ലീഗ്, നമ്പ്യാർ ലീഗ്, സുന്നി ലീഗ്, ഷിയ ലീഗ്, മുജാഹിദ് ലീഗ്, റോമൻ കത്തോലിക്ക ലീഗ്, സുറിയാനി ലീഗ്, ക്നാനായ ലീഗ്, പെന്തക്കോസ്റ്റ് ലീഗ് എന്നിങ്ങനെ ധാരാളം ലീഗ് പാർട്ടികൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കില്ലേ. അതും കഴിഞ്ഞ് കാലം കുറച്ചുകൂടി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുമ്പോൾ കൗശലബുദ്ധരായിട്ടുള്ള ഭക്തരുടെയും വിശ്വാസികളുടെയും ഒക്കെ ആ നേതൃപാടവം സാവധാനം പത്തി വിരിച്ച് ആടിത്തുടങ്ങും. അതോടെ മുരുക ഭഗവാൻ ലീഗ്, ശിവഭഗവാൻ ലീഗ്, രാമഭഗവാൻ ലീഗ്, തിരുനമി ലീഗ്, അള്ളാ ലീഗ്, പടച്ചോൻ ലീഗ്, കർത്താവ് ലീഗ്, മേരിമാതാ ലീഗ്, തോമാസ് ലിയ ലീഗ്,
തോമസ് ലീഹ ലീഗ്, പ്രവാചക ലീഗ് എന്നിങ്ങനെയൊക്കെ പാർട്ടികൾ ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? ആർക്ക് പറയാൻ പറ്റും ഉണ്ടാവില്ല എന്ന്? അപ്പോൾ പാർട്ടി കൊടികൾ വിൽക്കപ്പെടുന്ന കടകളിൽ കച്ചവടം പൊട്ടിപ്പൊട്ടിക്കും അല്ലേ? അതൊക്കെ പോട്ടെ, ഈ വളിപ്പ് പറച്ചിൽ മാറ്റിവെച്ചാൽ ഇപ്പോൾ ഉയർന്നത് വളരെ ഗൗരവമുള്ള ആരോപണം തന്നെയാണെന്ന് പറയുന്ന അഭിപ്രായമാണ് കേട്ടോ പോങ്ങനുള്ളത്. കാര്യത്തിൽ പോങ്ങനോട് യോജിക്കുന്ന ആരെങ്കിലും ഇവിടെ കാണില്ലേ? അതോ എന്നെ ചീത്ത വിളിക്കാനായി കമന്റ് ബോക്സിലേക്ക് പോകാനുള്ള വഴിയും കാത്തിരിക്കുന്നവരാണോ? എന്തായാലും അവഗണന കൊണ്ട് നേരിടാൻ പാടില്ലാത്ത ഒരു ആരോപണം തന്നെയാണ് ഇത് എന്നുള്ള വിചാരം തന്നെയാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. കാരണം ഇത് ആരെങ്കിലും ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു സംഘിവിരുദ്ധ പോസ്റ്റ് അല്ല, കേവലം ഒരു സംഘിവിരുദ്ധ പോസ്റ്റ് മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. BJPയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വളരെ വലിയ ഒരു ആരോപണം തന്നെയാണിത്. മാപ്രകളുടെ വായ എങ്ങനെ അടയ്ക്കാമെന്നുള്ള കാര്യം ഇടത് സർക്കാർ കേരളീയരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അത് മറക്കരുത്. എന്ത് തള്ളിക്കയറ്റിയാലാണ് അവറ്റകളുടെ കുര മുട്ടുന്നതെന്ന് കമ്മികൾ മലയാളികളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആരോപണം മാപ്രകൾ ആഘോഷിക്കാതെ പോയാൽ പോലും അടിമവാസനയില്ലാത്ത സാധാരണ ജനങ്ങളിൽ അത് സംശയത്തിന് ഇട നൽകുന്ന സംഗതിയാവും. അണികൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഏത് പാർട്ടിയുടെ അണികളായാലും അണികൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ വളരെ അടിമ ബുദ്ധിയോടുകൂടി ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അനുഭാവമുള്ള, ഓരോ പാർട്ടിയോടും അനുഭാവം സൂക്ഷിക്കുന്ന, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയോട് അങ്ങനെ കണ്ടു കൂറില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ BJPയോട് അനുഭാവമുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ സംശയങ്ങളുണ്ടാവും. അതുണ്ടാവാൻ പാടില്ല, ഉണ്ടാക്കരുത് നേതാക്കൾ. ഏതാണ്ട് 12 കോടി രൂപയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിന് കണക്കില്ല എന്ന് പറയുന്ന ഒരു ആരോപണം വരെ മാധ്യമങ്ങളിലൂടെ ഉയർന്നിട്ടുണ്ട് ഇല്ലേ? ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ആരോപണം, ഇതെല്ലാം ആരോപണങ്ങളായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വെറും ആരോപണം മാത്രമല്ലെന്ന് തെളിയുകയാണ്. സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വം ആ ആരോപണങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലായിട്ടുണ്ട്, സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് ആരെയെങ്കിലും കള്ളനെന്നോ തട്ടിപ്പുകാരനെന്നോ ഒക്കെ തൽക്കാലം നിഷ്പക്ഷമതികളായിട്ടുള്ള ആരും തന്നെ വിളിക്കാൻ യാതൊരു സാധ്യതയും പോങ്ങൻ കാണുന്നുമില്ല. സത്യമാണ്. പക്ഷേ അവർ ചോദ്യം ചോദിക്കും, ഈ പോങ്ങനും ചോദിക്കും. കാരണം ചോദ്യം ചോദിക്കുക എന്നത് ഒരു പൗരന്, ശുദ്ധ പോങ്ങനായിട്ടുള്ള ഒരു പൗരന് പോലും ജനാധിപത്യം അനുവദിച്ച് നൽകിയിട്ടുള്ള അവകാശമാണ് ചോദ്യം ചോദിക്കാനുള്ള അവകാശം. വെറുതെ ലഭിക്കുന്നത് ചുമ്മാ എന്തിനു പാഴാക്കണം? അതുകൊണ്ട് ആ ചിന്തയോടെ ഈ പോങ്ങൻ ഒന്ന് ചോദിക്കുകയാണ്, സൗജന്യമായി ലഭിച്ച കൊടിക്ക് പണം കൊടുത്തതായി കണക്കുണ്ട് എങ്കിൽ ആ ബിൽ എങ്ങനെ വന്നു? ആരാണത് തയ്യാറാക്കിയത്? ആരാണ് ആ ബിൽ അംഗീകരിച്ചത്? ആ പണം ആരുടെ അല്ലെങ്കിൽ ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട്? ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ടതല്ലേ? അതുപോലെ മറ്റൊരു ആരോപണവും മാധ്യമങ്ങളിൽ വന്നതായി പോങ്ങൻ കണ്ടു. അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 3ഓളം ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാൻ വേണ്ടി കരാർ നൽകി എന്ന്, അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾക്ക് കരാർ നൽകിയെന്നും, എന്നാൽ ഉപയോഗിച്ചത് ഹെലികോപ്റ്ററുകൾ പറന്നത് വെറും 43 മണിക്കൂർ മാത്രമായിരുന്നു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ തെറ്റില്ല. മാത്രവുമല്ല, പറന്നതിനുള്ള പറക്കക്കൂലി മാത്രമേ ഹെലികോപ്റ്ററുകൾക്ക് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അത് ലാഭവുമാണ് അല്ലേ? എന്നാൽ പറക്കാത്ത മണിക്കൂറുകൾക്ക് കൂടിയുള്ള വാടക വാങ്ങിയിട്ടാണ് ഹെലികോപ്റ്ററുകൾ വന്ന വഴി തിരിച്ചു പറന്നതെന്ന് ചില മാധ്യമങ്ങൾ വാർത്താരൂപത്തിൽ പറയുന്നതായി പോങ്ങൻ കണ്ടു. അങ്ങനെയെങ്കിൽ അത് നഷ്ടമാണ്, അത് അഴിമതിയുമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വാടകയ്ക്കെടുത്ത കാറുകളുടെ ആ ട്രിപ്പ് ഷീറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമക്കേട് നടന്നു എന്ന് പറയുന്ന ആരോപണവും ചെറുതായിട്ടൊന്ന് ഉയർന്നു കേട്ടായിരുന്നു. വലിയ ചർച്ചയാവാതെ പോയെങ്കിൽ പോലും മാധ്യമങ്ങളിൽ അത് കണ്ടു എന്നുള്ളത് വസ്തുതയാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഔദ്യോഗിക പക്ഷവും വിമത പക്ഷവും ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ BJPയിൽ അങ്ങനെയൊക്കെ വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതും കഷ്ടമാണ്. CPM ഒക്കെ ഒരുപാട് കാലം ഈ മണ്ണിൽ വേരൂന്നി പണിത് കോടാനുകോടി സ്വത്തുക്കൾ ഉണ്ടാക്കിയതിനു ശേഷം വൻ ശക്തിയായി മാറിയതിനു ശേഷം മാത്രമാണ് ഈ ഔദ്യോഗിക പക്ഷവും വിമത പക്ഷവും ഒക്കെ ഉണ്ടായത്. എന്നാൽ BJPയുടെ കേരളത്തിലെ സ്ഥിതി അങ്ങനല്ല. ഗ്രൂപ്പ് കളിക്കാൻ മാത്രമുള്ള വളർച്ചയില്ല. കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് വേണമെങ്കിൽ അത് കണ്ടുകൊണ്ട് തമ്മിലടിക്കാം. ഒരു പക്ഷേ അത് തെറ്റു പറയാൻ പറ്റില്ല. ബുദ്ധിയുടെ ലക്ഷണമാണ്, കച്ചവട ബുദ്ധിയുടെ ലക്ഷണമാണ്. എന്തായാലും ഗ്രൂപ്പ് കളിക്കാൻ മാത്രമുള്ള വലിപ്പം BJPക്ക് ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. ഇപ്പോൾ കേൾക്കുന്ന പല വാർത്തകളും ഗ്രൂപ്പ് കളി ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ അത്തരമൊരു സംശയം ചില പോങ്ങന്മാരിലെങ്കിലും ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഗ്രൂപ്പ് കളിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ, ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുന്നത് എന്ന് പറയുമ്പോഴും അത് സത്യമാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നല്ലേ അർത്ഥം? എന്തായാലും ഇപ്പോഴത്തെ ഈ കൊടിക്കേസ് അത് വെറുമൊരു പൊടിക്കേസ് മാത്രമായി കാണരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാമ്പത്തിക സുതാര്യതയെ സംബന്ധിച്ച് വലിയ ചോദ്യമാണ്
ഇവിടെ ഉയർത്തപ്പെടുന്നത്. BJP പോലൊരു പ്രസ്ഥാനത്തിൻ്റെ സുതാര്യതയാണ് തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യുന്നത്. BJP എന്നല്ല, ജനങ്ങളോട് രാഷ്ട്രീയം പറയുന്ന ഏതു പാർട്ടിയും ആദ്യം സ്വന്തം കണക്കുകൾ വൃത്തിയായി സൂക്ഷിക്കണം. കാരണം നാളെ അധികാരത്തിൽ വന്നാൽ ഖജനാവിലുള്ള പൊതുപണം കൈകാര്യം ചെയ്യേണ്ടത് അവരാണ് അല്ലേ. സ്വന്തം പാർട്ടിയുടെ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല എങ്കിൽ ജനങ്ങളുടെ നികുതി പണം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായി ജനങ്ങൾ എങ്ങനെ അത്തരക്കാരെ വിശ്വസിക്കും, അത്തരമൊരു പാർട്ടിയെ വിശ്വസിക്കും? അതുകൊണ്ട് BJP ചെയ്യേണ്ടത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോപണം തെറ്റാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്തണം. കേന്ദ്രം സൗജന്യമായിട്ടാണ് കൊടികൾ നൽകിയിട്ടുള്ളത് എങ്കിൽ അത് വ്യക്തമാക്കണം. ഇനി കാശ് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ കണക്കുകൾ കൃത്യമായി പുറത്തുവിടണം. കൊടികളുടെ ബില്ല് കാണിക്കണം, പണം നൽകിയ രേഖ കാണിക്കണം, ഹെലികോപ്റ്ററിന്റെ കണക്ക് കാണിക്കണം, കാറുകളുടെ ട്രിപ്പ് ഷീറ്റ് പരിശോധിച്ച് ഇതിന്മേലുള്ള സംശയങ്ങൾ ദൂരീകരിക്കണം. എല്ലാം വളരെ സുതാര്യമാണെങ്കിൽ ആരോപണം ഉന്നയിച്ചവരുടെ വായ വളരെ സ്വാഭാവികമായിട്ട് അങ്ങോട്ടേക്ക് അടഞ്ഞു പൊക്കോളും. തനിയെ അടപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം സ്വാഭാവികമായി ഉയരുകയും ചെയ്യും. അതിനു പകരം ഈ ആരോപണത്തെ അവഗണിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിയുകയോ ചെയ്താൽ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അനുഭാവികൾക്കിടയിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുമോ? എനിക്ക് തോന്നുന്നില്ല. മാറാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഒരു പാർട്ടിക്കുള്ളിലെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ആഭ്യന്തര കാര്യമായിരിക്കാം. പക്ഷെ കോടികളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ ആരോപണം ഉയർന്നാൽ ജനങ്ങൾ ചോദ്യം ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും, രാഷ്ട്രീയ എതിരാളികൾ തീർച്ചയായിട്ടും ആരോപണം ഉയർത്തിക്കൊണ്ടിരിക്കും. അതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം സുതാര്യതയാണ്, അവഗണനയല്ല, സുതാര്യമായിട്ടുള്ള പ്രവർത്തനം. എന്തായാലും ഒരു കാര്യം സമ്മതിക്കണം, തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ പലതരം അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പാലം, റോഡ്, കെട്ടിടം, AI ക്യാമറ, ഡേറ്റ വിൽപ്പന. പക്ഷെ ഫ്രീ ആയി കിട്ടിയ കൊടിക്ക് 3 ലക്ഷത്തിൻ്റെ ബിൽ എന്ന് പറയുന്ന ആരോപണം അത് കുറച്ച് പുതുമയുള്ള ഐറ്റം തന്നെയാണ്. അതെന്തായാലും ഇനി അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. ആരോപണം തെറ്റാണെങ്കിൽ അത് തെളിയട്ടെ. ഇനിയിപ്പോൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉത്തരവാദികൾക്കെതിരെ നടപടിയും ഉണ്ടാവട്ടെ. BJP എന്നല്ല, പാർട്ടി, ഏത് പാർട്ടിയായാലും ജനം കണക്ക് ചോദിക്കണം. കാരണം രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളുടെ സ്വകാര്യ കമ്പനികളല്ല, പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള സംഘടനകളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അല്ലേ. ഈ ആരോപണങ്ങളിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന അഭിപ്രായം എത്ര പേർക്കുണ്ടാവും എന്നെനിക്കറിയില്ല. എന്നാൽ BJP അനുഭാവികളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയാനുള്ള ആഗ്രഹം പോകുന്നുണ്ട്. അത്തരക്കാരെങ്കിലും ഈ വീഡിയോയുടെ മുന്നിൽ പെട്ടുപോയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നവർ സമാന ബുദ്ധിയുള്ള മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കുമെന്ന് പറയുന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.